നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസം അങ്ങേ ആരാധിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സാഹചര്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഓരോ ആരാധനയും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഒരു പടി കൂടെ ഞങ്ങളെന്നെ അടുപ്പിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അവിടുത്തെ കൃപയും കരുണയും കാവലും എന്നും എപ്പോഴും അനുഭവിപ്പാനും അവിടുത്തെ കൃപയിൽ നിലനിൽപ്പാനും ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കട്ടെ. അല്പസമയം ഞങ്ങൾ തിരുസന്നിധിയിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ. യേശു മിശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ. ഇന്ന് നമ്മൾ വിശുദ്ധ ഏവൻഗേലിയനായിട്ട് വായിച്ചു കേട്ടത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 23 മുതലുള്ള 26 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ 23-ാമത്തെ വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. ഇന്ന് സഭയായി നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം വിശുദ്ധ കുർബാന അനുരഞ്ജനത്തിൻ്റെ പന്തിഭോജനം എന്നുള്ളതാണ്. ഫീസ്റ്റ് ഓഫ് റെക്കൺസിലിയേഷൻ. വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഒരുങ്ങി വരേണ്ടത് എന്നും എപ്രകാരം നമ്മൾ ദൈവസ്ഥാനത്തിൽ അടുത്തു വരുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം ലഭ്യമാകുന്നത്, അല്ലെങ്കിൽ കർത്താവിൻ്റെ പൂർണ്ണമായ കൂട്ടായ്മയിൽ പ്രവേശിപ്പാൻ സാധ്യമാകുന്നത് എന്ന് പഠിപ്പിക്കുന്ന ചിന്തകളാണ് ഇന്നത്തെ വേദഭാഗങ്ങളെല്ലാം. മത്തായിയുടെ സുവിശേഷം 5 മുതലുള്ള 7 വരെയുള്ള അധ്യായങ്ങൾ കർത്താവിൻ്റെ പർവ്വത പ്രസംഗങ്ങളാണ് എന്ന് നമുക്കറിയാം. കർത്താവിൻ്റെ പർവ്വത പ്രസംഗം എങ്ങനെയാണ് ലോകത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ സഭയുടെ അംഗങ്ങൾ ജീവിക്കേണ്ടത് എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതാണ്. പർവ്വത പ്രസംഗത്തിൻ്റെ സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. അവൻ പുരുഷാരത്തെ കണ്ടു, അതിനുശേഷം മലമേൽ കയറി. അപ്പോൾ ശിഷ്യന്മാർ അടുത്ത് വന്നു. ശിഷ്യന്മാരോട് അവൻ സംസാരിച്ചു തുടങ്ങി. ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വന്നവനായ കർത്താവ് പുരുഷാരത്തെ നോക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി കർത്താവിൻ്റെ ശിഷ്യന്മാരോടാണ് സംഭാഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തിന് മാതൃകയായി എങ്ങനെയാണ് ലോകത്തിൽ ജീവിക്കേണ്ടത് എന്ന്, ദൈവവുമായുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് ഉപദേശിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ലോകത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ പിൻഗാമികളായിരിക്കുന്ന ഈ ആരാധകരായ നമ്മോട് കർത്താവ് പറയുകയാണ്, ലോകത്തിൽ മാതൃകയുള്ളവരായി ജീവിപ്പാൻ നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് ലോകത്ത് ജീവിക്കേണ്ടത് എന്ന് പർവ്വത പ്രസംഗങ്ങളിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് വിശുദ്ധ കുർബാന ആദ്യമായി സ്വീകരിക്കുന്ന കുറേ കുഞ്ഞുങ്ങൾ നമുക്കുണ്ട്. വിശുദ്ധ കുർബാന നിരന്തരമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായി നമ്മളിവിടെ അടുത്ത് വന്നിരിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് നമുക്ക് അനുഗ്രഹമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. വിശുദ്ധ കുർബാനയാണ് ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മുടെ സമർപ്പണത്തിൽ ഏറ്റവും നമ്മൾ തന്നെ സ്വീകരിച്ചിട്ടുള്ളതും. കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമർപ്പണം, കാഴ്ച എന്നൊക്കെയാണ്. യുക്കാറിസ് എന്ന് പറയുന്നത് സ്തോത്രാർപ്പണത്തെക്കുറിച്ചാണ്.
അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ കാഴ്ചവെച്ച് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്ന അനുഭവം കൂടിയാണ് വിശുദ്ധ കുർബാന. നമുക്കറിയാം, കർത്താവ് തൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് ശിഷ്യന്മാരുമായി ഒരുമിച്ച് ആചരിച്ച പെസഹ വിരുന്നിൽ കർത്താവ് പറയുകയാണ്, ഇത് എൻ്റെ ശരീരമാണ്, ഇത് എൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞ് ശിഷ്യന്മാർക്ക് പങ്കുവച്ചതും അവൻ്റെ വരുവോളം വീണ്ടും വരവ് വരെ തുടർച്ചയായി പാലിക്കുന്നതിന് നമുക്ക് നൽകിയിട്ടുള്ളതുമാണ് വിശുദ്ധ കുർബാന. അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധ കുർബാനയ്ക്ക് എങ്ങനെയാണ് അടുത്തു വരേണ്ടത്? വിശുദ്ധ കുർബാനയുടെ വിശദമായ ക്ലാസ്സുകളും കുദാശകളെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നമ്മൾ വിവിധ രീതിയിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് നടത്തുന്നതാണ്. എന്നാൽ ഇന്ന് സഭ നമ്മളെക്കുറിച്ച് പഠിപ്പിക്കുന്നത് അനുരഞ്ജനത്തിൻ്റെ അനുഭവമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ അടുത്തു വരുവാൻ നമ്മളെ യോഗ്യരാക്കി തീർക്കുന്നത്. കർത്താവ് തൻ്റെ പർവ്വത പ്രസംഗത്തിൽ എങ്ങനെയാണ് യാഗമർപ്പിപ്പാൻ, കാഴ്ച അർപ്പിപ്പാൻ ദൈവസന്നിധിയിൽ അടുത്തു വരേണ്ടത്? കർത്താവ് പറയുന്നു, നീ കാഴ്ച അർപ്പിപ്പാൻ വഴിപാടുമായി യാഗപീഠത്തിനടുത്ത് കൊണ്ടുവരുമ്പോൾ നിന്റെ സഹോദരനോട് നിരന്നതിന് ശേഷമാണ് ഈ യാഗം അർപ്പിക്കേണ്ടത്. നിന്നെ തന്നെ ദൈവസന്നിധിയിൽ കാഴ്ചയായി സമർപ്പിക്കേണ്ടത് ഈ വിശുദ്ധ കുർബാനയുടെ ഭാഗമായി തീരേണ്ടത്. മനുഷ്യർ തമ്മിൽ പ്രയാസങ്ങളുണ്ടാവുക സാധാരണമാണ്. എന്നാൽ അത് പരിഹരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമായി കർത്താവ് പറയുകയാണ്. ഏത് പ്രശ്നത്തിനാണ് നമ്മൾ പരിഹാരം ഉണ്ടാക്കേണ്ടത്? പ്രശ്നമുണ്ടാകാൻ ആരെങ്കിലും ഒരാൾ മുൻകൈ എടുത്തു കാണും. ഞാനല്ല പ്രശ്നക്കാരൻ, മറ്റവനാണ് പ്രശ്നമുണ്ടാക്കിയത്. അതുകൊണ്ട് കർത്താവ് പറയാണ്, മറ്റവൻ പ്രശ്നമുണ്ടാക്കിയാൽ, ഞാൻ പ്രശ്നമുണ്ടാക്കിയാലും, ഇടർച്ച ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ഇടർച്ച തീർക്കേണ്ടത്, അനുരഞ്ജനം ഉണ്ടാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. നിനക്ക് നിൻ്റെ സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അവനോട് നിരന്നു വരണമെന്നല്ല കർത്താവ് പറഞ്ഞത്. നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് ഓർമ്മ വന്നാൽ, ഇടർച്ചയ്ക്ക് കാരണക്കാരൻ മറ്റവനായിരിക്കാം, ഇടർച്ച ഉണ്ടാക്കിയത് മറ്റൊരാളുടെ പ്രവൃത്തി മൂലമായിരിക്കാം, ഞാനല്ല കാരണക്കാരൻ. പക്ഷേ എങ്ങനെയോ ഇടർച്ച വന്നു. കർത്താവ് പറയാണ്, ഇടർച്ച ആരുണ്ടാക്കിക്കോട്ടെ, ഇടർച്ചയുണ്ടോ, പ്രയാസമുണ്ടോ, ഈ പ്രയാസം തീർക്കേണ്ട ഉത്തരവാദിത്വം നമ്മളെ, വിശുദ്ധ കുർബാനയ്ക്ക് അടുത്ത് വരുന്ന നമ്മളെ, കർത്താവിനെ ആരാധിക്കുന്ന നമ്മളെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന നമ്മളെയാണ് കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പ്രതിയോഗിയോട് വഴിയിൽ വെച്ച് തന്നെ നിരന്നുകൊള്ളുക. ഈ ഇടർച്ച വലുതായി പോയാൽ ശിക്ഷയും വലുതായിത്തീരും. അതുകൊണ്ട് വിശുദ്ധ കുർബാന നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നുള്ള സമയമാകുമ്പോൾ, നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതും നമ്മൾ കാഴ്ച ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നതും ദൈവത്തോടും മനുഷ്യരോടുമുള്ള നിരപ്പോടെ അടുത്തു വരണമെന്ന് കർത്താവ് സൂചിപ്പിക്കുന്നു. നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ശുശ്രൂഷകളെല്ലാം നമ്മൾ പരിശോധിച്ചാൽ ഈ അനുരഞ്ജനത്തിന് വേണ്ടി ദൈവവും സഭയും നമ്മളെ പഠിപ്പിക്കുന്ന വിവിധങ്ങളായ മുഖാന്തരങ്ങളെ നമുക്ക് കാണുന്നതിന് സാധിക്കും. എങ്ങനെയാണ് നമ്മൾ വിശുദ്ധ കുർബാന അടുത്ത് വരുന്നത്? വിശുദ്ധ കുർബാനയ്ക്ക് അടുത്ത് വരുന്നത് ദൈവസന്നിധിയിൽ പാപമോചനം പ്രാപിക്കുന്നതിന് വേണ്ടി വിശുദ്ധ കുംഭസാരത്തിൻ്റെ കൂദാശയിലൂടെയാണ്. കുംഭസാരത്തിൻ്റെ കൂദാശ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ തെറ്റുകളെ ഏറ്റുപറയുന്ന കൂദാശയാണ്. ദൈവം ക്ഷമിക്കുന്ന അനുഭവത്തെ നമ്മളോട് പങ്കുവെക്കുന്ന കൂദാശയാണ്. ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ, കുറവുകളെ ഏറ്റുപറയുമ്പോൾ ക്ഷമിക്കുന്ന ദൈവം, അതേ ക്ഷമ, പാപക്ഷമ, മറ്റുള്ളവരുടെ ഉള്ള കരുണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ രണ്ടാമത്തെ ഭാഗം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗം ആരംഭിക്കുന്നതിന് മുമ്പേ നമ്മൾ പറയുകയാണ്, മശിഹാ തമ്പുരാൻ്റെ സ്നേഹവും സമാധാനവും സർവദാ എപ്പോഴും
ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കൈസൂരി കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരസ്പരം നിരന്ന് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാനയ്ക്ക് അടുത്ത് വരുന്നത് എന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മളിത് യാന്ത്രികമായി ചെയ്തു പോകുന്നുണ്ടോ? കർത്താവിൻ്റെ കൽപ്പനകളെ അതുപോലെ അനുസരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങളുടെ കുന്നംകുളം പള്ളിയിൽ 10-15 ആൾക്കാരാണ് കുർബാന കൊള്ളുന്നത്. കുറേ ആൾക്കാർ കുർബാന സംബന്ധിക്കാൻ വരും, എന്നാൽ കുർബാന കൈക്കൊള്ളുന്നത് വളരെ കുറഞ്ഞ ആൾക്കാരാണ്. എന്നാൽ ഇന്ന് നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കി വിശുദ്ധ കുർബാന എല്ലാവരും അനുഭവിക്കേണ്ടവരാണ്. അതുകൊണ്ട് പള്ളിയിൽ ആരാധനയ്ക്ക് വരുന്നവരെല്ലാവരും ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന പതിവ് നമുക്കുണ്ട്. നല്ലതാണ്. എന്നാൽ പണ്ട് നമ്മൾ ഒരുങ്ങി വന്നതുപോലെയുള്ള അതേ ഒരുക്കം നമുക്കിപ്പോൾ ഉണ്ടോ? ഒരുക്കമെന്ന് പറഞ്ഞാൽ ഭക്ഷണ കാര്യങ്ങൾ വെടിഞ്ഞു വരിക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ശാരീരിക ഒരുക്കം മാത്രമല്ല, പിന്നെയോ നമ്മുടെ ബന്ധങ്ങളിലുള്ള ഒരുക്കം, നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം എങ്ങനെയാണ് ഇരിക്കുന്നത്? വേദപുസ്തകം എപ്പോഴും അനുരഞ്ജനത്തിന് വേണ്ടി നിലനിൽക്കുകയും അനുരഞ്ജനപ്പെട്ട സാഹചര്യങ്ങളിൽ ദൈവകൃപ ധാരാളമായി അനുഭവിക്കുന്ന മുഖാന്തരങ്ങളെ നമുക്ക് കാണുകയും ചെയ്യുന്നുണ്ട്. മുടിയനായ പുത്രൻ്റെ കഥ നമുക്കറിയാം. അവൻ സുബോധം വന്നപ്പോൾ ഈ പിതാവുമായിട്ടുള്ള ആ പ്രയാസം മറന്ന് പിതാവിൻ്റെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇത് മുഴുവനായിട്ട് പറയുവാൻ പിതാവ് അനുവദിക്കുന്നില്ല. സ്നേഹവാനായ പിതാവാണ്. യാക്കോബും യേശാവും അവർ പെദ്ద ശത്രുക്കളായി തീർന്നതല്ലേ? യേശാവിൻ്റെ അവകാശമെല്ലാം തട്ടിപ്പറിച്ചവനാണ്. യേശാവിനെ പോലെ രോമമുള്ള ആട്ടിൻ രോമം കയ്യിൽ വെച്ച് അവന് കൊടുക്കാൻ പിതാവ് വെച്ചിരുന്ന അനുഗ്രഹം തട്ടിപ്പറിച്ചവനാണ്. എന്നാൽ തിരിച്ചു വരുന്ന സമയത്ത് യേശാവ് വഴിയിലുണ്ടെന്നറിഞ്ഞ് വളരെ പേടിച്ചാണ് യാക്കോബ് നടന്നു വരുന്നത്. ആദ്യം വേലക്കാരെ, കന്നുകാലികളെ, ആദ്യത്തെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും, അവസാനമാണ് റാഹേലും യാക്കോബും യോസഫും ബെന്യാമിനൊക്കെ കടന്നു വരുന്നത്. പേടിച്ചിട്ടാണ്. എന്നാൽ അവർ അവിടെ കണ്ടുമുട്ടുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടെ അനുരഞ്ജനം അവിടെ സംഭവിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാവോ? നിന്റെ മുഖം ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുന്നു. കാരണം അനുരഞ്ജനം ദൈവസാന്നിധ്യം നമുക്ക് ഉറപ്പു തരുന്നു. അനുരഞ്ജനമാണ് ദൈവകൃപയിലേക്ക് അടുത്തു വരുന്നതിന് നമ്മളെ സഹായിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ടല്ലോ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നതിന് കള്ളനാണ്. കാരണം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പറയുകയില്ലേ, ചിലരെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ, ഇടപെടുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ എല്ലാം സ്വർഗതുല്യരാണ്, ദൈവതുല്യരാണ്, ദൈവദൂതതുല്യരാണ്. എന്നാൽ മറ്റുള്ളവരുമായി ഇടപെട്ട് നോക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് കർത്താൽ പ്രിയരെ, നാം ഒരു വിശുദ്ധ കുർബാനയ്ക്ക് അടുത്ത് വരുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ, കർത്താവ് പറയുകയാണ്, നിന്റെ സമർപ്പണം യഥാർത്ഥമാകണമെങ്കിൽ, നിന്റെ സമർപ്പണം ദൈവം സ്വീകരിക്കണമെങ്കിൽ സഹോദരനുമായുള്ള നിരപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആരാണ് മുൻകൈ എടുക്കേണ്ടത്? ഇടർച്ച ഉണ്ടാക്കിയവനല്ല, ഞാനാണ് മുൻകൈ എടുക്കുന്നത്. എൻ്റെയാണ് ഉത്തരവാദിത്വം. അത് കർത്താവ് വളരെ സ്പഷ്ടമായി തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. വിശുദ്ധ കുർബാന എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ. പൗലോസ്ലീഹ പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും അവൻ ഞങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തപ്പോൾ ഇന്ന പ്രകാരമാണ്. അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി,
പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി ഇതെൻ്റെ ശരീരമാണ്, ഇതിൻ്റെ രക്തമാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ പാനപാത്രം കുടിപ്പാനും ഈ അപ്പം ഭക്ഷിപ്പാനും വരുമ്പോൾ നിങ്ങൾ ശരീരത്തെ വിവേചിക്കണം. വിവേചിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ശരീരത്തെ മാത്രമല്ല പൗലോസ് അർത്ഥമാക്കുന്നത്. പൗലോസ് പറയുന്നു, നിങ്ങൾ സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശരീരമാണ്. അപ്പോൾ ശരീരത്തെ വിവേചിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൂട്ടായ്മയെ വിവേചിക്കണമെന്നാണ് അർത്ഥം. കൂട്ടായ്മയെ വിവേചിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയിലെ ബന്ധങ്ങളെ വിവേചിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരുക്കമെന്ന് പറയുന്നത് നമ്മൾ തമ്മിലുള്ള ബന്ധവും നമ്മുടെ കൂട്ടായ്മ എങ്ങനെ പോകുന്നു എന്നുള്ളതുമാണ്. നിങ്ങൾ ഈ ബന്ധത്തെ വിവേചിക്കാതെ അടുത്തു വന്നാൽ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യും. കർത്താവിൽ പ്രിയരെ, നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടിയാണ് വിശുദ്ധ കുർബാനയ്ക്ക് അടുത്ത് വരുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ മുഴുവനായി സമർപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ വരുന്നത്. എന്നാൽ ഈ സമർപ്പണം വ്യർത്ഥമായി പോകുമ്പോൾ, നമ്മുടെ ബന്ധങ്ങൾ ശരിയല്ലാതെ വരുമ്പോൾ, ഞാൻ പറയുന്നതാണ് ശരി, മറ്റുള്ളവൻ പറയുന്നത് തെറ്റാണ് ആയിരിക്കാം. എന്നാൽ ഇടർച്ചയുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യേണ്ടത്, പരിഹരിക്കേണ്ടതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം എനിക്കാണ്. തെറ്റ് ചെയ്തവൻ മറ്റവനായിരിക്കാം, ഞാനല്ല. മറ്റവൻ തെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇടർച്ച ഉണ്ടായത്. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് അടുത്ത് വരുമ്പോൾ ഈ ഇടർച്ചയില്ലാതായിത്തീരുന്നു. ജോസഫിനെ സഹോദരന്മാരെല്ലാവരും കൂടെ ആദ്യം പൊട്ടക്കല്ലിലിട്ടു, പിന്നെ വിറ്റു. അവൻ പല കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് ഫറവോയുടെ പ്രധാന സഹായിയായി വരുന്നത്. സഹോദരന്മാരെല്ലാം അടുത്തു വന്നപ്പോൾ ജോസഫാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരെല്ലാം പേടിച്ചു പോയി. കാരണം ഞങ്ങൾ അവരെ ഉപദ്രവിച്ചതാണ്. എന്നാൽ ജോസഫ് എന്താണ് പറയുന്നത്? നിങ്ങൾ എന്നെ വിറ്റതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, പേടിക്കേണ്ട. കാരണം ഇവിടെ ഇങ്ങനെ വരുന്നതിന് വേണ്ടി ദൈവം നിങ്ങൾക്ക് മുൻപാകെ എന്നെ അയച്ചതാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് നമ്മുടെ പിതാവിനെയൊക്കെ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചത്. നിങ്ങൾ എനിക്ക് തിന്മയായി വിചാരിച്ചുവെങ്കിലും ദൈവം എനിക്ക് അത് നന്മയായി കണക്കിട്ടു. ചിലപ്പോൾ മറ്റുള്ളവർ തിന്മ വിചാരിച്ചത് കൊണ്ടായിരിക്കാം, പക്ഷേ നമുക്കത് അനുഗ്രഹമായി തീർന്നത്. എന്നിട്ട് ജോസഫ് പറയാണ്, നിങ്ങൾ ഈ പ്രയാസം എനിക്ക് വരുത്തിയതുകൊണ്ട് സങ്കടപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. സഹോദരന്മാർ ഒത്തൊരുമിച്ച് കരഞ്ഞു. ജോസഫ് പറയാണ്, മിസ്രയീമ്യരെല്ലാം അവിടുന്ന് പോകട്ടെ. അവനെ തന്നെത്താൻ അടക്കുവാൻ വയ്യാതെ വണ്ണം അവർ ഒരുമിച്ച് കരഞ്ഞു, സല്ലപിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. കാരണം ഇടർച്ച എപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്നു. അതുകൊണ്ട് കർത്താവിൽ പ്രിയരെ, നമ്മുടെ ബന്ധങ്ങളെ നമുക്ക് പരിശോധിക്കാം. ഞാനും എൻ്റെ സഹോദരനും എൻ്റെ കൂട്ടുകാരനും തമ്മിലുള്ള ബന്ധം അങ്ങനെ ഇരിക്കുന്നു. കർത്താവ് പറയാണ്, നിൻ്റെ യാഗം, നിൻ്റെ കാഴ്ച സ്വീകരിക്കപ്പെടണമെങ്കിൽ നിൻ്റെ ബന്ധങ്ങളെ ശരിയാക്കിക്കൊള്ളണം. അല്ലെങ്കിൽ ഈ ബന്ധം, ഈ കാഴ്ച അനുഗ്രഹത്തെക്കാളേറെ അപകടകരമാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവേ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരം, ഞങ്ങൾ പാനം ചെയ്ത തിരുരക്തം ഞങ്ങൾക്ക് ആർക്കും ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി തീരരുതേ, പിന്നെയോ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കുമാറാകണമേ. കാരണം എന്താണ്? ജീവനും രക്ഷയ്ക്കുമായി അനുഭവിപ്പാൻ വന്ന വിശുദ്ധ കുർബാന ശിക്ഷയ്ക്ക് കാരണമാകാം. എന്തുകൊണ്ട്? നമ്മുടെ അതിനോടുള്ള അപ്രോച്ച് മൂലം. അപ്പോൾ അതുകൊണ്ടാണ് അനുഗ്രഹത്തിന് മുഖാന്തരമാകേണ്ട വിശുദ്ധ കുർബാന ശിക്ഷയ്ക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്
സഭാപിതാക്കന്മാർ ഈ പ്രാർത്ഥന എഴുതി ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയത്. കർത്താവിൽ പ്രിയരെ, നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പരസ്പരം ക്ഷമിക്കുന്നതിനും കരുതുന്നതിനും അങ്ങനെ തിരുമേശയിൽ സന്തോഷത്തോടെ അടുത്തു വരുന്നതിന് കർത്താവെ ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളെ സഹായിക്കുമാറാണ്.